ിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിൻ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിന്നിൽ എന്നു മതി വസിക്ക തങ്കച്ചീറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കോടു തന്നേർക്ക് നോർത്തീത സങ്കടപ്പേട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കോടു തന്നേർക്ക് സങ്കടപ്പേട്ടിടുന്നു എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നത ചേർന്ന് പാടാമോ? അല്പം കൂടി ശബ്ദത്തിൽ പറയാമോ? വന്ന ഉന്നത നാം തങ്ക പ്രാവേ നീ വന്നിന്നിൽ എന്നും അധിവസിക്ക എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത കരമൊന്നുയർന്നു എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ. എത്ര പേർക്ക് ദൈവം നന്മ ചെയ്തിട്ടുണ്ട് പറ. നന്ദി യേശുവേ നന്ദി നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല കയ്യുബലത്താലല്ല നിന്ദയ അല്ലയോ എന്നെ നാട്. ഒരിക്കൽ കൂടി ചേർന്ന് പറ. ശക്തിയാലല്ല കയ്യുബലത്താലല്ല നിന്ദയ അല്ലയോ എന്നെ നടത്തിയത് നിന്നത് കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ നിത്യ ദയയാ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്ന വിലപ്പെട്ട നല്ല ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്, മറന്നുപോകാതിരിക്കാൻ. അടുത്ത 8, 9, 10, 11, 12 തീയതികളിൽ, ഈ ആഴ്ചയല്ല അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ഇവിടെ വെച്ച് കൺവെൻഷൻ നടക്കുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 8 മുതൽ 12 വരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആഴ്ചയല്ലേ, ബുധനാഴ്ച തൊട്ട് നോട്ടീസ് തന്നിട്ടുണ്ട്. ഞാനത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ
ജീവവചനം WCPയുടെ കൊച്ചിൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ കൺവെൻഷനാണ് ഇത്. ഈ ആഴ്ച തൊട്ടല്ലേ, ഈ 8-ാം തീയതി മുതൽ, ബുധനാഴ്ച മുതലാണ് ഇതിൻ്റെ മീറ്റിംഗ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും, നമ്മുടെ ചർച്ചിലെ എല്ലാവർക്കും വന്ന് പങ്കെടുക്കാനുള്ള ഒരു സാങ്ഷൻ അവർ തന്നിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ പുറത്തുനിന്ന് വരുന്നത്. അതുകൊണ്ട് മുടക്കരുത്. കർത്താവിൽ അനുഗ്രഹീത ദൈവദാസന്മാർ പ്രിൻസ് തോമസ്, ഷാജിയം പോള്, സജി ചാത്തന്നൂര്, TJ സൗമ്യല്, ബാബു ചെറിയാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് ഒരിക്കലും മിസ്സാക്കരുത്. എന്നാൽ ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നാളെ രാവിലെ 10 മുതൽ 2 മണി വരെ ഇവിടെ വെച്ചൊരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. അതിൽ ദൈവവചനം പ്രസംഗിക്കുന്നത് നമ്മുടെ സണ്ണി പാസ്റ്ററാണ്, സണ്ണി അലക്സാണ്ടർ പാസ്റ്ററാണ്. അപ്പോൾ അതും നമുക്കൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. നാളെ അനുഗ്രഹിക്കട്ട മെസ്സേജ് നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ ചർച്ചിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാവരും നിങ്ങൾ കടന്നു വരണം, സഹകരിക്കണം, വന്ന് നിങ്ങൾ കൂടി അനുഗ്രഹം പ്രാപിക്കണം. ആ ദിവസങ്ങളെല്ലാം ഞങ്ങളിവിടെ ഉണ്ട്, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകും. നാളെ നടക്കുന്ന പ്രാർത്ഥനയിൽ സഹോദരിമാരെ നിങ്ങളെല്ലാം കേൾക്കണം, നിങ്ങളെല്ലാവരും കടന്നു വരണം. നാളെ 10 മുതൽ നമ്മൾ ഇവിടെ വെച്ച് നടത്തുമ്പോൾ, മക്കളെ സംസാരിക്കും, ഇവിടെ വെച്ച് നടത്തുമ്പോൾ നമ്മളില്ലാതിരിക്കരുത്. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും കടന്നു വന്ന് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. വേഗത്തിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാൻ പോകുകയാണ്. ഇന്ന് അല്പസമയം നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന ഒരു കൊച്ചു വിഷയം. നമുക്കറിയാം, വാഗ്ദത്തങ്ങളുടെ പെരുമഴ കേട്ട് ചെവി മന്ദിച്ചവരാണ് നമ്മളെല്ലാം, അല്ലേ? ഒരുപാട് വാഗ്ദത്തങ്ങൾ നമ്മൾ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. 5 വർഷം രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർ ഭരിക്കാൻ കയറുന്നതിന് മുമ്പ് ഒരുപാട് വാഗ്ദത്തങ്ങൾ അവർ നമ്മളോട് ചെയ്യും. അവരുടെ വാഗ്ദത്തങ്ങളുടെ ലിസ്റ്റ് തന്നെ ഉണ്ടാവും. ഈ കഴിഞ്ഞ പ്രാവശ്യവും ഇലക്ഷന് ഇവിടെ എല്ലാ പാർട്ടിക്കാരും വന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 1-2 നേതാക്കന്മാർ തന്നെ നേരിട്ട് ഇവിടെ കടന്നു വരികയും അവർ ഇതിനകത്തിരുന്ന് അവരുടെ ഭാവി വാഗ്ദാനങ്ങൾ ഇതുപോലെ പോസ്റ്ററിലടിച്ച് എന്നെ കാണിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, പ്രാർത്ഥിക്കണം, ഞങ്ങൾ ജയിച്ചാൽ ഇന്നതൊക്കെ ചെയ്യും. ആമേൻ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് 18ാമത്തെ വയസ്സ് കഴിഞ്ഞ് വോട്ട് ഇട്ടായതാണ്. അന്ന് തൊട്ട് ഞാൻ കേൾക്കുക. റോഡിൽ വീണ് നടുപൊടിയുന്നതല്ലാതെ ഒരു റോഡും ഇന്ന് വരെ ശരിയായിട്ടില്ല. തീരദേശത്ത് പാർക്കുന്ന നമ്മൾ കടൽ കയറുമ്പോൾ വെള്ളം കയറി ഒഴുകുന്നതല്ലാതെ അവിടെ ഒരു സീവാളും ഇന്ന് വരെ വന്നിട്ടില്ല. എന്തിനേറെ, പാലമില്ലാത്തിടത്ത് കൈ ചൂണ്ടിപ്പറയും ഇവിടെ പാലം വരും, അല്ലേ? ആമേൻ. ഷോപ്പിംഗ് മാളുകളില്ലാത്തിടത്ത് അവർ വന്ന് കുറ്റി സ്ഥാപിച്ച് ആമേൻ ഉറക്കെ പ്രസംഗിച്ചുകൊണ്ട് പറയും ഇവിടെ ഞങ്ങൾ ഇത് പണിയും. ഇതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ചിലതൊക്കെ നടന്നു എന്നല്ലാതെ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്ത ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ ഒരൊറ്റ വാഗ്ദത്തങ്ങൾ പോലും നമ്മുടെ കർത്താവ് ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ അതുമാത്രമൊന്ന് ചൂണ്ടിക്കാട്ടി ആ കർത്താവിൻ്റെ മഹത്വം ഒന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ലോകത്തിലെ മനുഷ്യൻ തരുന്ന വാഗ്ദത്തങ്ങൾ പോലെയല്ല ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ. മനുഷ്യൻ ഒരു വാഗ്ദത്തം തന്നാൽ, ഞാനത് നിങ്ങളുടെ അകത്തോട്ട് വളരെ ആഴമായി ഇടുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അതിനു വേണ്ടി ഒരു റൂട്ട് ഞാൻ തെളിയിക്കാം. ഈ ഇസ്രായേൽ മക്കൾ പാർത്ത സമയത്ത്, ഇസ്രായേലിൽ ചെന്ന സമയത്ത് അവിടെ സങ്കേത നഗരങ്ങൾ ദൈവം പറഞ്ഞുണ്ടാക്കി. സങ്കേത നഗരങ്ങൾ, ഓരോ സങ്കേത നഗരത്തിനും അതിൻ്റെ പേരുകളുണ്ട്. ഓരോ സങ്കേത നഗരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കല്ലേറുകൊണ്ട് കൊന്നുകളയാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, നാട്ടുകാരെല്ലാം അവനെ പിടിച്ചു, കല്ലെറിഞ്ഞ് അവനെ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ടു, കല്ലെറിയുന്നു. അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഓടിച്ചെന്ന് ദൈവം കൽപ്പിച്ചാക്കിയ ഒരു സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ
അവന് ഒരിക്കലും കൊല്ലാനോ കല്ലെറിയാനോ പ്രമാണമില്ല. അങ്ങനെ ചുറ്റും പണിത സങ്കേത നഗരവും നടുക്ക് ദൈവത്തിൻ്റെ ആലയവും. ഒന്നെങ്കിൽ സങ്കേത നഗരത്തിൽ പോയി ഇവൻ അഭയം പ്രാപിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പെട്ടകം വസിക്കുന്ന സമാഗമന കൂടാരത്തിനകത്ത് അവൻ ഓടിക്കേറുകയും ആദ്യം മുൻപിലിരിക്കുന്ന യാഗപീഠത്തിന് ഇതുപോലെ 4 കൊമ്പുകളുണ്ട്. ആ കൊമ്പിൽ വന്ന് ഇവൻ അഭയം പ്രാപിക്കുകയും ചെയ്താൽ ഇവനെ ആർക്കും കൊല്ലാൻ പ്രമാണമില്ല. അതുകൊണ്ടാണ് യാഗത്തിൻ്റെ കൊമ്പിനോട് പശുവിനെ ചേർത്ത് കെട്ടുന്ന പോലെ കെട്ടുമെന്നൊക്കെ ഭക്തന്മാർ പറഞ്ഞത്. അപ്പോൾ ദൈവം അങ്ങനെ ഒരു സങ്കേത നഗരം യെരുശലേമിൽ ദൈവം പണിയിപ്പിച്ചിട്ടുണ്ട്. അവിടെ അഭയം പ്രാപിക്കുന്നവർക്ക് ഒരിക്കലും മരണമില്ല. പക്ഷെ ഞാൻ കല്ലേറുകൊണ്ട് വിധിക്കപ്പെട്ട, മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടൊരു ഞാൻ ഓടിച്ചെന്ന് ഞാൻ സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ചു എന്നിരിക്കട്ടെ, പിന്നെ എൻ്റെ നേരെ കല്ലെടുക്കാൻ ഒരു മനുഷ്യൻ ധൈര്യം കാണിക്കില്ല. എപ്പോൾ വരെയാണെന്നറിയാമോ? ഞാൻ എപ്പോഴാണോ സങ്കേത നഗരത്തിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചത്, ആ സമയത്ത് യെരുശലേമിലെ മഹാപുരോഹിതനായ പുരോഹിതൻ ജീവനോടിരിക്കുന്നിടത്തോളം കാലം എന്നെ ആരും തൊടില്ല. എൻ്റെ ഗ്യാരണ്ടി എവിടെ വരിക? എനിക്ക് രക്ഷ എവിടെ വരിക? മഹാപുരോഹിതൻ ജീവനോടിരിക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ എനിക്കെൻ്റെ ഗ്യാരണ്ടി. ഈ മഹാപുരോഹിതൻ മരിച്ചാൽ ഞാൻ അതിനകത്തുനിന്ന് വീണ്ടും സ്വാതന്ത്ര്യം പ്രാപിച്ച് പുറത്തു വരും. എന്നെ കല്ലെറിയാൻ പ്രമാണമുണ്ട്. അതുകൊണ്ട് കൃപാസനത്തിൽ അല്ലെങ്കിൽ സങ്കേത നഗരത്തിൽ ഓടി വന്ന ഏത് ഭക്തന്റെയും, രക്ഷപ്പെട്ട ഒരു ഭക്തന്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? ദൈവമേ, ഞാൻ മരിക്കാതെ ആരും മരിക്കരുത്. പറ നിങ്ങൾ. പുരോഹിതൻ മരിച്ചാൽ ഇവൻ മരിക്കും. സ്വതന്ത്രം. അപ്പൊ പഴയ നിയമത്തിലെ സങ്കേത നഗരത്തിന് പുരോഹിതനുമായിട്ട്, മഹാപുരോഹിതനുമായിട്ട് ബന്ധമുണ്ട്. മഹാപുരോഹിതന്റെ നിലനിൽപ്പുമായിട്ട് ഓടി വന്ന വ്യക്തിയുടെ ജീവനും അവന്റെ ആയുസ്സിനും ദൈവം ബന്ധം കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. അത് കേട്ട് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതന്റെ പേര് ഉറക്കോ എന്ന് പറഞ്ഞേ. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം കർത്താവ് പറയുന്നു, അവൻ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഇങ്ങനൊരു മഹാപുരോഹിതൻ നമുക്ക് ഇന്നും ജീവനോടിരിക്കുന്നു. അടുത്ത കാര്യം പറയുന്നത് ശ്രദ്ധിക്കണം. ആ മഹാപുരോഹിതൻ മരിച്ചു, പക്ഷെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും, മരണമില്ലാത്തവനും മരണത്തെ ജയിച്ചവനും ഇന്നും ജീവിക്കുന്നവനുമാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവന് മരണമില്ല. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അവൻ നിത്യ പൗരോഹിത്യം പ്രാപിച്ച, ആദ്യവും അവസാനവും ഇല്ലാത്ത നിത്യ പൗരോഹിത്യം പ്രാപിച്ചവനാണവൻ. ആ പുരോഹിതൻ എന്തില്ല? ആരംഭവുമില്ല, നിങ്ങൾ അവസാനവുമില്ല. അതുകൊണ്ട് സന്തോഷിക്കാനുള്ള വക എന്നാന്നറിയാമോ? എൻ്റെ മരണം വരെ മരണമില്ലാത്തൊരു പുരോഹിതനുള്ളത് കൊണ്ട് എനിക്ക് സുരക്ഷിതത്വമുണ്ട്, എനിക്കൊരു കവറിംഗ് ഉണ്ട്, എനിക്കൊരു പരിപാലനമുണ്ട്. എനിക്കൊരു ദോഷവും തട്ടാതെ വാഗ്ദത്തം ചെയ്ത ദൈവം എന്നെ പരിപാലിക്കാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഇങ്ങനൊരു വാഗ്ദത്തം തന്നവൻ സ്വർഗത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ. ഈ ദൈവം നൽകി തന്ന 5 പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ വേഗത്തിൽ പേപ്പർ എടുക്കണം, പേന എടുക്കണം. ആരും ചുമ്മാ ഇരിക്കരുത്, പേന തപ്പണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓക്കെ, അടുത്ത പോക്കറ്റ് ഉണ്ടെങ്കിൽ വലിച്ചൂരിയെടുക്ക്, അസ്ഥി ഊരിയെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, ചർച്ചിൽ വരുമ്പോൾ ഒരു പേപ്പർ വേണം, ഒരു പേന വേണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ കയ്യിലില്ല. ആമേൻ. 2 ഉള്ളവർ, 1 ഇല്ലാത്തവർക്ക്
കൊടുത്താട്ടെ, പേന കൊടുത്താട്ടെ. ചുമ്മാ ഇരിക്കരുത്, ആരും വെറുതെ ഇരിക്കരുത്. ഞാൻ പറയുന്നത് നമ്മൾ സ്തോത്രം, ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ വേദപുസ്തകം കൊണ്ടുവരുമ്പോൾ വേദപുസ്തകത്തിൻ്റെ കൂടെ ഒരു കൊച്ചു പുസ്തകം നിങ്ങൾ കൊണ്ടുവരണം, ബുക്ക് കൊണ്ടുവരണം. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, ഈ കുഞ്ഞുങ്ങൾ ആരെയും ഇങ്ങനെ ചുമ്മാ ഇരുത്തരുത്. എവിടെ ഉണ്ട് ബുക്കുണ്ട്? ഇവർക്ക് എല്ലാവരും നോട്ട് ബുക്ക് ആയി കൊടുക്കണം. ചുമ്മാ വന്ന് ഫുട്ബോൾ കളി കാണാനിരിക്കുന്ന പോലെ വന്ന് മുമ്പിൽ ഇരിക്കരുത് കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു ചെറിയ ബുക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു ചെറിയ ഡയറി മേടിച്ചു കൊടുക്കണം. അങ്ങനെ അവരെ കൊണ്ടെല്ലാം വചനം എഴുതിക്കണം കേട്ടോ. ഈ പറയുന്ന വാക്യങ്ങളൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പോൾ, അടുത്ത ദിവസം വരുമ്പോൾ ബുക്കുകൾ ഉണ്ടാകണം. ആമേൻ, സ്തോത്രം. ലേഡീസൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കരുത്, എല്ലാവരും പേപ്പർ കൊണ്ടുവരണം, ബുക്ക് കൊണ്ടുവരണം. ആമേൻ. എന്നിട്ട് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നതൊക്കെ അടുത്ത ആഴ്ച ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട്, ഞാൻ പറയുന്നത്, ഈ പ്രസംഗിക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമാണ്, അത് കുറിച്ചെടുക്കണം. നിങ്ങൾ ഈ പ്രസംഗിക്കുന്നതൊക്കെ യൂട്യൂബിലുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇതൊന്ന് രണ്ടാമതിട്ട് കേട്ട് അതൊക്കെ കുറിച്ചെടുക്കണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. കർത്താവിന് സ്തോത്രം ചെയ്തേ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന 5 വാഗ്ദത്തങ്ങൾ, നിവർത്തിപ്പെട്ട 5 വാഗ്ദത്തങ്ങൾ വേഗത്തിൽ വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാം വാക്യം. ഒന്ന് വേഗത്തിൽ വചനം ഇട്ട് തരാമെങ്കിൽ മോനെ ഞാൻ വായിച്ചു കൊള്ളാം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ വായിച്ചു കൊള്ളാം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. എന്താണ്? നിത്യജീവൻ തന്നെ. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ലോകത്തിൽ ഒരു മനുഷ്യൻ തരാൻ കഴിയാത്ത, ലോകത്തിൽ ഒരു വ്യക്തിക്കും തരാൻ കഴിയാത്ത ഏറ്റവും വിലപ്പെട്ട വാഗ്ദത്തമാണ് എൻ്റെ കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നത്. അത് നിത്യജീവനാണ്. ഒരു സംഘടനക്ക് തരാൻ കഴിയത്തില്ല, ഇവിടത്തെ ഒരു മാർഗക്കാർക്കും തരാൻ കഴിയത്തില്ല, ഇവിടത്തെ ഒരു നേതാക്കന്മാർക്കും തരാൻ കഴിയത്തില്ല, ഇവിടത്തെ ഒരു ഉന്നതന്മാർക്ക് തരാൻ കഴിയാത്തതാണ് യേശു എനിക്ക് നൽകി തന്നത്. അവൻ എനിക്ക് തന്ന 1-ാമത്തെ വാഗ്ദത്തം, കരമുയർത്തി എല്ലാവരും എന്ന് പറ, നിത്യജീവൻ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് നൽകി തന്നു. സഹോദരങ്ങളെ, അവന്റെ എന്തിന് ദൈവസന്നിധി നാം വന്നിരിക്കുന്നു? എന്തുകൊണ്ട് നാം ഇന്നൊരു പകൽ ഇവിടെ തലമുണക്കി ദൈവത്തെ ആരാധിക്കുന്നു? നിത്യജീവൻ യേശുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. നിത്യജീവൻ കിട്ടണോ? അത് കർത്താവിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. എത്ര പേര് അവൻ നെഞ്ചിലോട്ട് കൈവച്ചിട്ട് പറയോ, എനിക്ക് യേശു തന്ന വാഗ്ദത്തം അവന്റെ നിത്യജീവനാണ്. യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനോ നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ യേശു എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് നിത്യജീവൻ നൽകി തരും. തീത്തോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങൾ. ആമേൻ, സ്തോത്രം. ഒന്ന് വായിക്കാമോ? തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2, 3 വാക്യങ്ങൾ. ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനും മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. ഞാൻ വായിക്കാം മോനെ, ഞാൻ വായിച്ചോളാം. 2-ാമത്തെ വാക്യം ഒന്നുകൂടി കിട്ടും മോനെ. 2-ാം വാക്യം. 2-ാം വാക്യം ഭോഷ്കില്ലാത്തത്. നിങ്ങളെല്ലാം ആ വചനത്തെ നോക്കിയാൽ മതി. ഭോഷ്കില്ലാത്ത ദൈവം. നമ്മുടെ ദൈവത്തെ കുറിച്ച് തീത്തോസ് പറയുന്ന ഈ ദൈവത്തിന് എന്തില്ല? ബോഷ്കില്ല. ബോഷ്ക്ക് പറയാൻ അവൻ മനുഷ്യനല്ല. ദൈവം തമാശ പറയില്ല, ദൈവം കളിവാക്ക് പറയില്ല, ദൈവം പൊട്ടച്ചൊല്ല് പറയില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞെന്നാൽ അത് ഹൂവ എന്നും ഇല്ല എന്നുമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പകൽ ആരോടൊക്കെയോ ദൈവം ആത്മാവ് സംസാരിക്കുന്നു. ദൈവം നിന്നോട് ഒരു അരുളപ്പാട് പറഞ്ഞിട്ടുണ്ടോ? ദൈവം നിന്നോട് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? ഈ പകൽ വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ചാരാധിച്ചിട്ട് പറ, എന്റെ ദൈവം ബോഷ്കിന്റെ ദൈവമല്ല, എന്റെ ദൈവം ബോഷ്ക്ക് പറയത്തില്ല. കാരണം ബൈബിൾ പറയുന്നു, വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല. ദൈവം എന്ത് പറയില്ല? ദൈവം ബോഷ്ക്ക് പറയത്തില്ല. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആമേൻ, സ്തോത്രം. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഗുരു, അങ്ങയോട് ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ, അങ്ങ് എവിടെയാണ് പെസക അങ്ങേക്ക് ഒരുക്കേണ്ടത്? പെസക ഒരുക്കേണ്ട ഇടമെന്ന് പറയാമോ? യേശു വളരെ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ ചെല്ലുമ്പോൾ അവൻ വെള്ളം കുടം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ വരുന്നത് നിങ്ങൾ കാണും. അവനോട് ചോദിക്കണം,
ചോദിക്കുകയാണ്, എവിടെയാ കർത്താവിന് പെസഹ ഒരുക്കേണ്ടത്? അവൻ വിരിച്ചൊരുക്കിയ മാളിക അവൻ നിങ്ങൾക്ക് കാണിച്ചു തരോ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പട്ടണത്തിന്റെ നടുവിലേക്ക് ആ ശിഷ്യന്മാർ നടന്ന് ചെല്ലുമ്പോൾ, പട്ടണത്തിന്റെ വാതിക്കലെത്തിയപ്പോൾ യേശു കർത്താവ് പറഞ്ഞ പോലെ വെള്ളം കുടം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ വരുന്നു. അവർക്കൊരു സംശയം, യേശു പറഞ്ഞ വ്യക്തി ഇത് തന്നെയാണോ? ചോദിച്ചു കളയാ. അവർ ചോദിച്ചു, സഹോദര, കർത്താവിന് പെസഹ ഒരുക്കേണ്ടത് എവിടെ? ആ മനുഷ്യൻ പറഞ്ഞു, വന്നട്ടെ ഞാൻ കാണിച്ചു തരാം. കർത്താവ് പറഞ്ഞത് കൃത്യമായിരുന്നു. വിരിച്ചൊരുക്കിയ മാളിക. ദൈവത്തിന്റെ പൈതലെ, അഭിഷിക്തന്മാരെ, നിന്നോടൊരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടോ? കരുതാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ധൈര്യമായിട്ട് ഫോർവേഡ് ചെയ്യ, ധൈര്യമായിട്ട് സ്റ്റെപ്പുകൾ വെക്ക. എന്തിന് സംശയിക്കുന്നു? എന്തിന് നിങ്ങൾ വിചാരപ്പെടുന്നു? ദൈവത്തിന്റെ പരിശുദ്ധത പറയുന്നു, എന്റെ ദൈവ ബോഷ്കിന്റെ ദൈവമല്ല, അവൻ വിശ്വസ്തനായ ദൈവം. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് പകൽ ഒരു പ്രവചന ദൂത പറയാൻ പറയുന്നു. നിങ്ങൾ കുറിച്ചു വെച്ചോ, ഈ ഡിസംബർ മാസത്തിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണാൻ പോകുകയാണ്. ദൈവം നിന്നോട് അറിയിച്ചത്, ദൈവം നിന്നോട് പറഞ്ഞത്, നിന്റെ സഭയോട് പറഞ്ഞത്, കുടുംബത്തോട് പറഞ്ഞത്, തലമുറയോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളോട് പറഞ്ഞത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. ഹല്ലേലൂയ. ഈ വചനമെല്ലാം നിങ്ങൾ കുറിച്ചു വെക്കണം. എന്നിട്ട് ഈ വചനത്തെ കൈവച്ച് പറയണം, കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നു അങ്ങ് ബോഷ്കില്ലാത്ത ദൈവമാണ്, അങ്ങ് ബോഷ്ക പറയാത്തവനാണ്. അതുകൊണ്ട് ബോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി ദൈവമക്കളെ ആർക്കും തരാൻ കഴിയാത്ത വാഗ്ദത്തമാണ് യേശു കർത്താവ് നമുക്ക് തന്നത്. ആ വാഗ്ദത്തം എല്ലാവരും ഉറക്കെ പറഞ്ഞേ, എന്താണ് ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം? പറ. നിത്യ 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 നിത്യജീവൻ. അവൻ യേശു കർത്താവിന്റെ അടുക്കൽ, അവൻ യേശുവിന്റെ പ്രസംഗം അല്പം ലളിതമായിരുന്നു. യേശു ആദ്യം പ്രസംഗിച്ചത് അവൻ കൃഷിക്കാരൻ വിത്ത് വിതച്ച ഉപമയാണ്. രണ്ടാമത് യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ വലയുമെടുത്ത് വീശാൻ വെള്ളത്തിലേക്ക് പോയി. വീശിയപ്പോൾ വിവിധ മീനുകൾ അവൻ അതിനകത്ത് കയറി. വളരെ രസകരമായ ഉപമ. വീണ്ടും യേശു പറഞ്ഞു, ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. പിന്നെയും യേശു പറഞ്ഞു, ഒരു സ്ത്രീക്ക് 10 തിറമയുണ്ടായിരുന്നു. പിന്നെയും യേശു പറഞ്ഞു, ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് രസിച്ചിരുന്നു. അവർ ചൂട് പിടിച്ചപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ രക്തം കുടിച്ചില്ലെങ്കിൽ, എൻ്റെ മാംസം ഭക്ഷിക്കുന്നില്ലെങ്കിൽ. അവർ പറഞ്ഞു, ഇത് കഠിന ഉപദേശം. നേരത്തെ കേട്ടത് ലളിതമാ, നേരത്തെ കേട്ടത് ആർക്കും സഹിക്കാം. പക്ഷെ ഇതാർക്കും സഹിക്കാനൊക്കില്ല. എല്ലാവരും അവൻ ഈടറിപ്പോയി, എല്ലാവരും ഈടറിപ്പോയി. 12 പേര് മാത്രം അവൻ ചുറ്റും കൂടി നിൽക്കുമ്പോൾ അവിടെ മുഖത്തേക്ക് നോക്കിയിട്ട് യേശു അപ്പച്ച ചോദിക്കുന്നു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. അതിന്റെ നടുവിലേക്ക് ചാടി നിന്ന് അവൻ പടക് വിട്ട്, വല വിട്ട്, മീനിനെ എല്ലാം വിട്ട് യേശുവിന്റെ പുറങ്ങേറിയ പത്രോസ് പറയുന്നു, അപ്പാ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? നിത്യജീവന്റെ മൊഴി നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയാ, വേറെ ഒരിടത്തും കിട്ടില്ല കേട്ടോ, വേറെ ഒരു മനുഷ്യനിലും കിട്ടില്ല കേട്ടോ, വേറെ ഒരു സംഘടനക്ക് തരാൻ കിട്ടില്ല. ആമേൻ, ആമേൻ. ഒരു മണ്ഡലത്തിനും ഒരു ജാതികൾക്ക്, ഒരു വിജാതിയർക്ക് തരാൻ കഴിയാത്തത് യേശു തന്നു. അതിന്റെ പേരത്രേ നിത്യജീവൻ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ ദൈവമക്കളെ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് പകലിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഇളകി മറിയേണ്ടത്. സ്തോത്രം. ഞാൻ ഒന്നുകൂടി പറയുക, ഒരു മെറ്റീരിയൽസ് ബ്ലെസ്സിങ്സ് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇന്ന് നിങ്ങൾ ഇളകി മറിയേണ്ടത് ഈ ദൂതിനകത്താണ്. ഇത് നിത്യജീവനാണ്. മറ്റതെല്ലാം തരാൻ കഴിയോ, മറ്റതെല്ലാം വ്യക്തികൾക്ക് നൽകി തരാൻ കഴിയോ, എന്നാൽ ഒരു മനുഷ്യനും തരാൻ കഴിയാത്തത് നിത്യജീവൻ. ആമേൻ, ആമേൻ, ആമേൻ.
കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമ എനിക്കൊരു ഷർട്ടില്ല. ഞാൻ സോജനെ വിളിച്ചിട്ട് വന്ന് സോജൻ പറയാം, എനിക്കൊരു ഷർട്ട് വാങ്ങിച്ചു തരുമോ? നിശ്ചയമായിട്ടും പാസ്റ്റേ ഒരു ഷർട്ട് മേടിച്ചു തരാം. ഞാൻ സുരങ്ങളുടെ അടുത്ത് വന്നിട്ട്, സുരങ്ങൾ എനിക്കൊരു ഷൂ ഇല്ല, മേടിച്ചു തരുമോ? നിശ്ചയമായിട്ടൊരു ഷൂ വാങ്ങിച്ചു തരാം. എൻ്റെ കൊച്ചു ഈ ലോകത്ത് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റും. പക്ഷേ നമ്മൾ ചോദിച്ചാലും ഉലകത്തിൽ മൂക്കി ശ്വാസമുള്ള ഒരു മനുഷ്യനും തരാൻ കഴിയാത്തതാണ് യേശു പറഞ്ഞത്. അതിൻ്റെ പേരാണ് നിത്യജീവൻ. അത് പ്രാപിച്ചവരാണ് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്നത്. അത് ആമേൻ പ്രാപിച്ച ദൈവജനമാണ് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിന് നല്ലവണ്ണമെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട് പറ, ആമേൻ ദൈവം എനിക്ക് തന്നത് നിത്യജീവൻ. ഭോഷ്കില്ലാത്ത ദൈവം സകല ആമേൻ കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. മൂന്നാമത്തെ വാക്യം, തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിലും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ്. അടുത്ത വാക്യം, പൊതുവിശ്വാസത്താൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നതും പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എന്തിനാണ് ഞാൻ 4-ാം വാക്യം വായിപ്പിച്ചെന്നറിയാമോ? ആ 2-ാമത്തെ സ്റ്റാൻസ്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൽ നിന്ന്. ആരാണ് നിത്യജീവൻ തരുന്നത്? നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശു. ഇത് മനസ്സിലായെങ്കിൽ ഒരാമൻ പറ. നിത്യജീവൻ വേറെ ഒരാളിലുമില്ല. നിത്യജീവൻ തരുന്ന വ്യക്തിയെ പൗലോസ് അവിടെ എടുത്തു പറയുന്നു, തീത്തോസിനോട് പറയുന്നു, തീത്തോസേ നിത്യജീവൻ വേണോ? ദേ നോക്കിക്കേ, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും. അപ്പൊ നിത്യജീവൻ ആർക്കേ തരാൻ പറ്റൂ? ഒരു കവല പ്രസംഗത്തിനകത്ത് ഒരിക്കൽ ഈ നിത്യജീവൻ യേശുവിനെ തരാൻ പറ്റൂ എന്ന് പ്രസംഗിച്ചു. ദൂരൊന്നുമല്ല, ഇവിടെ തൊട്ടപ്പുറത്ത്, ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കുക. അന്ന് ദൈവദാസന്മാരുടെ എല്ലാം പരസ്യയോഗം നടക്കുക. അന്ന് അവിടെ പ്രസംഗിക്കാൻ കൊച്ചിയിൽ നിന്ന് എനിക്ക് ആ നിയോഗം കിട്ടിയത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-4 പേരെ ചുറ്റും വന്നിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ കൊല്ലൂ എന്ന് പറഞ്ഞു. എങ്ങനെ പറഞ്ഞാൽ രക്ഷ, നിത്യജീവൻ യേശുക്രിസ്തുവിൽ മാത്രമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വിട്ടാലും വിട്ടില്ലേലും കൊന്നാലും കൊന്നില്ലേലും ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, നിത്യജീവൻ അവനിൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് നല്ലൊരു സ്തോത്രം പറ. അത് പിണങ്ങിയാലും കുഴപ്പമില്ല, അത് വഴക്കിട്ടാലും കുഴപ്പമില്ല, അത് തല പോയാലും കുഴപ്പമില്ല. ഈ പകൽ ദൈവജനത്തോട് വിളിച്ചു പറയുന്നു, ഈ ലോകത്ത് വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച് അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്നു. ജീവന്റെ വില മറുവിലയായി കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ നിത്യജീവനുള്ളൂ. അത് പ്രാപിച്ച ദൈവമക്കൾ കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ഞാൻ വന്നത് നിത്യജീവൻ പ്രാപിക്കാൻ. ഓ ശബനരബ സന്ധരാദലാന. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ജീവന്റെ പ്രത്യേകത എന്നാന്നറിയാമോ? ഇത് അസ്തമിക്കാത്ത ജീവനാ. റോമാലേഖനം എടുത്തേ മോനെ. റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം എടുത്തേ. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്ത വ്യക്തി മരിക്കും. എന്ന ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യജീവൻ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏറ്റവും വലിയ കൃപാവരം ഏതാന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അന്യഭാഷ എന്ന് ഞാൻ പറയില്ല. ആരെങ്കിലും വേണ്ടി ചോദിക്കാണ്, ഭാഷേ ഏറ്റവും വലിയ കൃപാവരം എന്താ? പേരെടുത്തുള്ള പ്രവചനമെന്ന് ഞാൻ പറയില്ല. ഏറ്റവും വലിയ കൃപാവരം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല രോഗശാന്തിയാന്ന്, ഭൂതശാന്തിയാന്ന്. ഏറ്റവും വലിയ കൃപാവരം ഇത് താഴെ എഴുതിയിട്ടുണ്ടെന്ന് ഉറക്കെ പറ, നിത്യജീവനാണ്. അങ്ങനെ ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. അയ്യോ, നമ്മളെല്ലാം വില കൊടുക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് പ്രസംഗിക്കാൻ വരുന്നത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലും. പണ്ടൊരാൾ എന്നെ കുറിച്ച് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോയ ഒരു മനുഷ്യൻ ഓളത്തി പറഞ്ഞതാ. ഇന്ന് നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും വീട്ടിൽ നിന്ന് പുറത്തു പോയ ഒരു മനുഷ്യനാണ്. ഇതൊക്കെ ഇങ്ങനെ അച്ചടിച്ച് വെച്ചേക്കുക. ചില ആളുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ഇങ്ങനെ അങ്ങ് വെച്ചേക്കുക. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അങ്ങനെ ഒരു കൃപാവര ശുശ്രൂഷൻ വരുമ്പോൾ നമ്മളെ ഇളകി മറിയും. പക്ഷെ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ മുഖത്ത് നോക്കി ഒരു സ്തോത്രം പറയണം. അവർ കൃപാവരം പ്രാപിച്ചവരാ. ഏതാണ് കൃപാവരം എന്നറിയാമോ? പ്രവചനമല്ല. ഇതാണ് ഏറ്റവും വലുത്.
നമ്മള് ബാക്കി എല്ലാത്തിനും 2ാം സ്ഥാനം കൊടുക്കുക, 1ാം സ്ഥാനം മറ്റിന് കൊടുത്തിട്ട് ഇതെല്ലാം എന്നാ ഒരു ഹല്ലേലൂയ പറ. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു, ആമൻ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ ഇടുന്നു, ആമൻ വണ്ടി കിട്ടുമ്പോൾ ഇടുന്നു, കാറ് കിട്ടുമ്പോൾ ഇടുന്നു, വീട് കിട്ടുമ്പോൾ ഇടുന്നു, ആമൻ. അപ്പോൾ കർത്താവ് ബിജു പറയും നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ പറയാം, ഭയങ്കര ഹല്ലേലൂയാണ്. അപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി ട്രാക്ട് കൊടുത്തു, ആമൻ, അവരുടെ സുവിശേഷം പറഞ്ഞു, ഒരാൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഒരാൾ ഹല്ലേലൂയ ആമേൻ. പിന്നെ വായിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ പറയണം ഹല്ലേലൂയ എന്ന് പറയിപ്പിക്കണം. അതേസമയം ഒരു 4000-5000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ട് നമ്മളെല്ലാം കൂടി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, എത്ര ബെഡ്റൂം ഉണ്ട്, എത്ര ബാത്റൂം ഉണ്ട്, ഹല്ലേലൂയ, നമ്മളങ്ങ് ആത്മാവിലാകും. എന്നാൽ ഇവിടുന്ന് ഒരാൾ വന്നിട്ട് പറയുക, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയി, കഴിഞ്ഞ ഞായറാഴ്ച ഒരു പാവി ഇവിടെ വന്നു, രക്ഷിക്കപ്പെട്ടു, നിത്യജീവൻ പ്രാപിച്ചു. നമ്മുടെ ഹല്ലേലൂയക്ക് അത്രയ്ക്ക് ഗാംഭീര്യം ഉണ്ടാകത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഹല്ലേലൂയ ഇളകി മറിഞ്ഞ് പറയേണ്ടതോ അത് പ്രാപിക്കുമ്പോൾ ആ ദൈവമക്കളെ, അത് മനസ്സിലാക്കുന്നവർ ദൈവജനം ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട് പറ, അതാണ് നിത്യജീവൻ. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ പാപം ചെയ്യുന്ന വ്യക്തി അസ്തമിക്കും. അവനൊരു അസ്തമയമുണ്ട്, അവൻ്റെ ചാപ്റ്റർ ക്ലോസ് ആകും, അവൻ്റെ ബില്ല് അവൻ എഴുതി തമ്പുരാൻ ക്ലോസ് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിത്യജീവൻ അങ്ങനെയല്ല, ഇത് അസ്തമിക്കില്ല. കർത്താവൻ നല്ലൊരു സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ യഥാർത്ഥ നിത്യജീവൻ പ്രാപിച്ചൊരു വ്യക്തിയാണ് എന്നകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ നടുവിലൊരു ദുരാത്മാവ് ഇളകി നിന്നാൽ നിങ്ങൾക്ക് ധൈര്യമായി അവൻ്റെ മുമ്പിലേക്ക് നിൽക്കാം. നിങ്ങളെ അവൻ തൊടില്ല. കാരണം ഈ ഒറ്റ വാക്കാ. കാരണം ആ വാക്യത്തിന് അത്ര പവറാണ്. മനസ്സിലായോ? ആ വാക്കിന് അത്രയ്ക്ക് പവറാണ്. എന്തുകൊണ്ടാണ് അത്രയ്ക്ക് ശക്തി എന്നറിയാമോ? ഈ നിത്യജീവൻ നിത്യത വരെ നിങ്ങളെ കൊണ്ടുപോയി നിലനിർത്താൻ ശക്തിയേറിയതാണ് നിത്യജീവൻ. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് നമുക്ക് തന്ന 1ാമത്തെ വാഗ്ദത്തമാണ് അസ്തമിക്കില്ല. അടുത്തിരിക്കുന്ന അവിടെ മുഖത്ത് നോക്കി അസ്തമിക്കാത്ത ജീവനാ കർത്താവ് തന്നെന്ന് പറ. ഇതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ നിത്യാവകാശം എന്ന് പറഞ്ഞത്. ഏത്? എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. മോനെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അത് നിമിത്തം ആദ്യ വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. 2-ാമത്തെ വാക്യം ദൈവദാസൻ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി, ആദ്യ നിയമത്തിലെ ലംഘനം, ആദാമും ഹവ്വയും നിമിത്തം വന്ന ലംഘനം, അത് നിമിത്തം വന്ന പാപം, അത് നിമിത്തം പുറത്താക്കപ്പെട്ട പർദീസ, അതിനകത്തെല്ലാം മരണമുണ്ടായി. എന്നാൽ നിത്യമായ ഒരു അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്, അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് നിത്യമായ ഒരു അവകാശം തന്നു. അതിന്റെ പേര് ഉറക്കെ പറ. ഒന്നുകൂടി പറയാം, നിത്യമായ ഒരു അവകാശം ദൈവം നമുക്ക് തന്നു. ആ നിത്യമായ അവകാശത്തിന്റെ പേര് പറ. സ്തോത്രം. ഇതെങ്ങനെ നിങ്ങളുടെ അകത്തോട്ട് ഇടണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനെ ചെറുതായി കാണരുത്. ഇത് ചെറുതായി കണ്ടാൽ നമ്മൾ കാഹളം കേൾക്കില്ല. കാഹള ശബ്ദം നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇതിനെ വലുതായി കാണണം. ഏതിനെ? നിത്യ. ബാക്കിയെല്ലാം ചെറുതായി കണ്ടാൽ മതി. ആമേൻ. ഒരു വാക്യം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ആമൻ. വിശേഷതയേറിയ വാഗ്ദത്തം ഞാൻ ഒന്നുകൂടി പറഞ്ഞു. ആമൻ. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം ഒന്ന് നിത്യജീവൻ. ആ നിത്യജീവന്റെ പ്രത്യേകത അസ്തമിക്കാത്ത ജീവൻ. 2 നിത്യ അവകാശമായ ജീവൻ. 3 യോഹന്നാന്റെ സുവിശേഷം 3:14-15 നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് വായിച്ചേ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ആമേൻ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും എന്തുണ്ട്?
അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആലയത്തിനകത്തിരുന്ന് ആരാധിക്കുന്ന നിങ്ങൾ അവനിൽ വിശ്വസിച്ചവരാണെങ്കിൽ നിങ്ങളുടെ നിത്യജീവനെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവജന കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് വിശേഷതമേറിയ വാഗ്ദത്തം. ഒന്ന്, നിത്യജീവൻ എന്ന വാഗ്ദത്തം. രണ്ട്, അസ്തമിക്കാത്ത ജീവൻ. മൂന്ന്, നിത്യ അവകാശമായ ജീവൻ. നാല്, വിശേഷതയേറിയ ഒരു വാഗ്ദത്തം. മോശ എന്തിനു ഉയർത്തി? മരുഭൂമി പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ അവന് ഉയർത്തേണ്ടതാ. ലക്ഷക്കണക്കിന് 35 ലക്ഷത്തോളം വരുന്ന ജനം, ആമേൻ, ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ച് അഗ്നിസർപ്പം കടിച്ച് മരണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ ആ മരുഭൂമിയിലെ 3 ഇങ്ങനെ കിടക്കുന്ന ഗോത്രങ്ങളിൽ കൂട്ടക്കരച്ചിൽ ഉയരുമ്പോൾ മോശ ദൈവത്തിന് മുമ്പിൽ വീണിട്ട് ചോദിക്കുന്ന, കർത്താവേ, ജനം തെറ്റിപ്പോയി. ജനം തെറ്റിപ്പോയത് നിമിത്തം നിന്റെ ശാപവും നിന്റെ രോഗവും നിന്റെ മരണവും ഇവരിൽ നിഴലിട്ട് നിൽക്കുന്നു. കർത്താവേ, ഇവരെ മരുഭൂമി കൊന്നുകളഞ്ഞു എന്നുള്ള പേര് അങ്ങേക്ക് വരാതിരിപ്പാൻ അങ്ങ് ഇവരെ രക്ഷിച്ചേ പറ്റൂ. ആമൻ. മോശം നെടുമ്പാണ് വീണ് കിടക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നു, മോശേ, വേഗത്തിൽ ഒരു കാര്യം ചെയ്യണം. ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ആ കുടിമരത്തിൽ അങ്ങ് തൂക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നൊരു പിക്ചർ ഞാൻ പറയാം. ആമേൻ. വണ്ടി ആക്സിഡന്റിൽ പെട്ട്, ആമേൻ, തലയെല്ലാം പൊട്ടി തകർന്ന് ശരീരത്തുനിന്ന് ചോരയെല്ലാം വാർന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ജീവൻ ഇങ്ങനെ തുടിച്ചുകൊണ്ട് നിൽക്കുക. ആ ഒരു മനുഷ്യനെ ആംബുലൻസിനകത്ത് കയറ്റിയിട്ട് കഴിയുമ്പോൾ ആംബുലൻസ് ഡ്രൈവർ പോകുന്ന പോക്ക് കണ്ടിട്ടുണ്ടോ? ആമേൻ. ഞാൻ ഇന്നലെ കടവന്തറ വെച്ചൊരു കാഴ്ച കണ്ടു. ആമൻ, സ്തോത്രം. അവൻ വരുന്ന വഴിക്ക് മുഴുവൻ ബ്ലോക്കാണ്. പിന്നെ എന്ത് ചെയ്തു? റോങ് സൈഡ് കയറ്റിക്കൊണ്ട് വരിക. ഒരുത്തൻ ഇതൊന്നും അറിയുന്നില്ല. വേറൊരു ലോറിക്കാരന് മുമ്പിലോട്ട് കയറ്റി ഇവൻ ഓവർടേക്ക് ചെയ്തതും ആംബുലൻസിൻ്റെ മുമ്പിൽ. ഞാൻ ഓർത്ത് പരിപാടി കഴിഞ്ഞു. പക്ഷെ അവൻ ചവിട്ടിയില്ല. അവൻ അവിടെ അതിനെടുത്ത് വീണ്ടും കയറിപ്പോയി. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ആമൻ, അവനെ എങ്ങനെ ഇതിനു വേണ്ടി പ്രാപ്തനാക്കിയെന്നറിയാമോ? അകത്ത് കേൾക്കുന്ന നിലവിളി, ജീവന് വേണ്ടിയുള്ള മരണം നിലവിളി. അവൻ അറിയാതെ സ്പീഡ് കൂടി. അവന് ഭയമില്ല. അവൻ മരിക്കാൻ വേണ്ടിയാ ഓടിക്കുന്നത്. അവൻ മരിച്ചാലും കുഴപ്പമില്ല. അകത്ത് മരിക്കാൻ കിടക്കുന്നവനെ രക്ഷിച്ചേ പറ്റൂ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരുഭൂമി ചത്ത് വീഴുമ്പോൾ മോശ അവിടെ ഇരുന്ന് പിച്ചള സർപ്പം ഉണ്ടാക്കിയ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്യേ. ഒന്ന് ചെയ്യേ. മോശയുടെ ഇടവും വലവും നിൽക്കുന്നവർ ഉരുണ്ട് താഴെ വീഴുന്നു. അപ്പുറത്ത് നിൽക്കുന്നവർ മരിച്ചു വീഴുന്നു. ഇവിടെ മരിച്ചു വീഴുന്നു. മോശയുടെ ദൈവം പറയുന്നു, പിച്ചള സർപ്പത്തെ ഉണ്ടാക്ക്. മോശയുടെ വ്യഗ്രത നോക്കണം കേട്ടോ. മോശ ഉണ്ടാക്കിയ മോശ അതിന് വേണ്ട ആളുകളേക്ക് വിളിച്ചു കാണും. ബെസലേലെ ഓടിവാ, അഹരോനെ ഓടിവാ, ആമൻ, ഹൂരെ ഓടിവാ, ജോഷുവ ഓടിവാ. എന്ന കാര്യം പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക. വേഗത്തിൽ പണി നടക്കുക, ദീർഘഗതി പണി നടക്കുക. എന്തിനാ ഇത്? പിച്ചള സർപ്പം തൂക്കണം. ഇത് തൂക്കിക്കഴിഞ്ഞാൽ, ഇത് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും ഇതിലേക്ക് നോക്കിയാൽ പിന്നെ അവന് മരണമില്ല, അവന് ജീവനാണ്. ആമേൻ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എത്രയും പെട്ടെന്ന് ഇതുണ്ടാക്കി തീർത്ത് തൂക്കിയാൽ ഒരുത്തനെങ്കിലും മരിക്കാതെ രക്ഷപ്പെടും. ദൂത് മനസ്സിലായോ? അതായിരുന്നു യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം. 2002 വർഷങ്ങൾക്ക് മുമ്പ് അവൻ മരിച്ചതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? അവൻ മുന്നമേ മരിച്ചത് ഒരാൾ പോലും നശിക്കരുത്, ഒരാൾ പോലും മരണപ്പെടരുത്, ഒരാൾ പോലും പാപത്തിന് ശാപത്തിന് ഇരയായി തീരരുത്. അതിനു വേണ്ടിയാണ് അവൻ കാൽവരിയുടെ കൊലക്കളത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗം. അതിന്റെ ലക്ഷ്യം എന്നാണ്? നിത്യജീവൻ. പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഒന്ന് പറയാ കേട്ടോ. പിച്ചള സർപ്പത്തെ ഉയർത്തി കൊടിമരത്തെ കയറ്റിയിട്ട് ഇന്നത്തതുപോലെ ഉച്ചഭാഷിണി ഒന്നും ഇല്ലല്ലോ വിളിച്ചു പറയാൻ. 35 ലക്ഷം ഇങ്ങനെ മരുഭൂമി ചെതറിക്കിടക്കുകയല്ലേ. അങ്ങേ അറ്റത്തെ കൂടാരത്തിൽ നിൽക്കുന്നവൻ പോലും മരിച്ചുകൊണ്ടിരിക്കുക. ഈ തൂക്കിയിട്ടിരിക്കുന്നത് അങ്ങ് തലക്ക് നിൽക്കുന്നവൻ കണ്ടാലേ രക്ഷപ്രാപിക്കൂ. മോശ ഇവിടെ നിന്ന് വലിച്ചു കയറ്റി അടുത്ത ആളുകളോട് പറയുന്നു, നോക്ക് നോക്ക് നോക്ക്. അടുത്ത കൂടാരത്തിലുള്ളവൻ പറഞ്ഞു നോക്ക്. അവൻ അടുത്ത ആളോട് പറഞ്ഞു നോക്ക്. അവൻ വീണ്ടും പറഞ്ഞു നോക്ക്. അങ്ങനെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നടുവിൽ തൂക്കിയ കൊടിമരം 35 ലക്ഷത്തിന്റെ അങ്ങേ തലവരെ എത്തി. അവിടെ നിന്ന് വിശ്വാസത്താൽ നോക്കി. അവൻ 35ാമത്തെ ലക്ഷത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്നവന് ഈ കൊടിമരം കാണാൻ ഒക്കുന്നില്ല.
ഒരു പൊട്ടുപോലെ കാണാൻ പറ്റുന്നുള്ളൂ. അവിടെ നിന്നുകൊണ്ടും അവൻ നോക്കി, അവനും രക്ഷ പ്രാപിച്ചു. ഇതിന്റെ മർമ്മം എന്നാണെന്നറിയാമോ? സ്വർഗത്ത് ഇന്നും ജീവനോടിരിക്കുന്ന ആ കർത്താവിനെ ദൂരത്ത് നിന്നാ കാണുന്നത്. പക്ഷെ കാണുമെന്നുള്ള വിശ്വാസത്താൽ നോക്കിയിട്ട് വിളിച്ചവൻ ആരും നാമേ നഷ്ടപ്പെട്ടു പോയില്ലേ. അവരാരോ മരണത്തിന് ഹേതുവായില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, വിശ്വാസത്താൽ ആ ക്രൂശിലേക്കെന്ന് നോക്ക്, വിശ്വാസത്താൽ ആ ക്രൂശിലേക്കെന്ന് നോക്ക്. ആമൻ നിനക്ക് കാണാൻ ഒക്കുന്നില്ല, ആമൻ നിനക്ക് തൊടാൻ ഒക്കുന്നില്ല, നിനക്കതിനെ കെട്ടിപ്പിടിക്കാൻ ഒക്കുന്നില്ല. കുഞ്ഞേ, ഒന്ന് വിശ്വാസത്തെ നോക്ക്. നോക്കുന്ന നിന്റെ മേൽ ഈ പകൽ ഒരു ജീവന്റെ ശക്തി വ്യാപരിക്കും. ഒരു നിത്യ ജീവൻ നിനക്ക് മാത്രമല്ല, നിന്റെ കൂടാരത്തിനകത്ത് ഒരു ജീവന്റെ തുടിപ്പുണ്ടാകും. ആമേൻ. വിശ്വാസത്താൽ നോക്ക്, വിശ്വാസത്താൽ നോക്ക്. നോക്കുന്നവന് കിട്ടുന്നത് എന്താണ്? പറ. നിത്യജീവൻ. എന്ത് കിട്ടി? നിങ്ങൾക്ക് കൊട്ടാനും പാടാനും പോയിട്ട് എന്ത് കിട്ടി? ഒത്തിരി കേട്ടതല്ലേ, ഒത്തിരി കേട്ടില്ലേ? വേറെ എവിടെ പോയാലും ചോദിക്കില്ല, വേറെ ഏത് വെറിക്കൂത്തിന് പോയാലും ആരും ചോദിക്കില്ല. ആമേൻ, സ്തോത്രം. എന്തിന്? ഇവിടെ വന്ന് പാർട്ടി നടത്തി 2-3 ജീവൻ നഷ്ടപ്പെട്ടില്ലേ? എന്നിട്ട് ആരെങ്കിലും ചോദിച്ചു എന്തിന് ഹോട്ടലിൽ പോയെന്ന്? മയക്കമണ്ണടിച്ചാലും കഞ്ചാവടിച്ചാലും വ്യഭിചാരം ചെയ്താലും പിടിക്കപ്പെട്ടാലും അതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് തേച്ചു മായ്ച്ചു കളയും. ആമൻ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പുസ്തകം എടുത്തിറങ്ങി തിരിച്ചവനെ കുറിച്ചുള്ള പഴിയും ദുഷിയും നിന്നയും തീരില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവരുടെ അവസാനത്തെ ചോദ്യം ഇതാണ്, നീ പോയില്ലേ? എവിടെ? കൊട്ടാൻ. പാടാൻ പോയില്ലേ? എന്ത് കിട്ടി? ഇന്ന് തൻ്റെ ഇടത്തോടെ പറ, എനിക്ക് നിത്യജീവൻ കിട്ടിയെന്ന് പറ. പറ പറ, ധൈര്യത്തോടെ പറ. ആരും ലജ്ജിച്ച് തല താത്തരുത്, ആരും തല കുനിച്ച് നിൽക്കരുത്. ധൈര്യമായി പറ, എനിക്ക് കിട്ടിയതോ, നിങ്ങളോട് പറഞ്ഞു തരാം, എനിക്ക് കിട്ടിയതോ നിത്യജീവനാണ്. അത് തരാൻ പറ്റുമോ? അത് തരാൻ പറ്റുമോ? അത് തരാൻ പറ്റുമോ? സ്തോത്രം. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ തിരിച്ചു വരാം. ആരോ പറയും നിങ്ങൾ തിരിച്ചു വരാം. ശരി, ഞങ്ങൾ തിരിച്ചു വരാം, ഞങ്ങൾ മടങ്ങി വരാം. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിലേക്ക്, നിങ്ങളായിരിക്കുന്നിടത്തോട്ട് ഞങ്ങൾ മടങ്ങി വരാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടതൊന്നുണ്ട്. ഇത് തരാൻ പറ്റുമോ? ഇത് തരാൻ പറ്റുമോ? കർത്താവിന് സ്തോത്രം പറ. ഞാനൊരു കാര്യം പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. ഇതിന് നിങ്ങൾ 1 സ്ഥാനം കൊടുത്താൽ, യേശു പറഞ്ഞു ഇതോട് കൂടെ. എല്ലാവരും ഇത് പറ. ഇതിന് നിങ്ങൾ 1 സ്ഥാനം കൊടുത്താൽ, ബാക്കി നിങ്ങളെന്ന് പറഞ്ഞേ, ഇതോട് കൂടെ. ഇതാ വിഷയം. നിത്യജീവൻ 1 സ്ഥാനം കൊടുത്താൽ, നിത്യജീവനോട് കൂടെ നിങ്ങൾക്ക് സാക്കല്ലാതെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് നിങ്ങൾ നാളത്തെ കുറിച്ച് ഇത് നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നല്ലോ. ആമേ. നിങ്ങൾക്ക് ഇന്നത് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ഒന്ന് കൈവച്ച് പറ, എൻ്റെ ആവശ്യം എൻ്റെ ദൈവം അറിയുന്നു. എൻ്റെ ഒത്തിരി ആവശ്യമുള്ളവർ ഇവിടെ ഉണ്ടെന്നേ, ഒരുപാട് ആവശ്യമുള്ളവർ ഇവിടെ ഉണ്ടെന്നേ. നമ്മൾ നോക്കുമ്പോൾ ചിരിക്കുന്ന മുഖമായിരിക്കാം, പക്ഷേ ഒരുപാട് ആവശ്യമുള്ളവർ ഇന്ന് അതിൽ ഇവിടെ ഉണ്ട്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, യെസ്, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. യോഹന്നാൻ 12:32 വാക്യം. ആമേൻ. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടു. ഈ ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഈ ഉയർത്തപ്പെട്ടാൽ എന്ന വാക്ക് മൂലഭാഷയിൽ കൊടുത്തിട്ടുള്ളത്, ഹീബ്രുവിൽ കൊടുത്തിട്ടുള്ളത് ഹെൽക്കോ എന്നൊരു വാക്കാണ്. എന്താണ് ഹെൽക്കോ? ഹെൽക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കിഷ്ടപ്പെട്ടു. ആ വാക്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആകർഷിച്ചാൽ എന്നല്ല ഹെൽക്കോ എന്ന വാക്കിൻ്റെ മൂലപദത്തിലെ അർത്ഥം. ആമേൻ. ഹെൽക്കോ എന്ന വാക്കിൻ്റെ മൂലപദത്തിലെ അർത്ഥം വലിച്ചെടുക്കുക എന്ന. എന്താണ്? അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ വാക്ക് ഉള്ളിടത്തെല്ലാം കൊടുത്തിരിക്കുന്ന പദം ഹെൽക്കോ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം, ആമേൻ, ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും ഞാൻ എങ്കിലേക്ക് ആകർഷിക്കുമെന്നല്ല, വാക്ക് മാറി, വലിച്ചെടുക്കും.
അതിനർത്ഥം ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഈ മോനെ കൈക്ക് പിടിച്ച് ഇങ്ങോട്ട് വലിക്കാന്നിരിക്കട്ടെ, വലിക്കുമ്പോൾ പുറകോട്ട് വലിക്കുന്ന എത്ര വമ്പൻ ശക്തി ഉണ്ടെങ്കിലും അതിനെ തവിടം മറിച്ചവൻ വലിച്ചു കയറ്റും. അതാണ് വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ പറഞ്ഞേ, നാശകരമായ കുഴിയിൽ നിന്നും ചേറ്റിൽ നിന്ന് അവൻ എന്നെ വലിച്ചു കയറ്റി. ഈ വാക്യമാ, എന്നെ അവൻ വലിച്ച് കേൾക്കോ, എന്നെ വലിച്ചു കയറ്റി. ആ കരം എന്നെ വലിച്ചു കയറ്റിയാൽ പുറകോട്ട് വലിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ആമേൻ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് ഒരു സത്യം കൂടി പറയാം, എന്നിട്ട് അത് പറയുമ്പോൾ നിങ്ങൾ ഉറക്കെ ഒരു ഹല്ലേലൂയ പറയണം. സ്വതന്ത്രം പറ. ഞാൻ പറയാൻ പോയ ഹല്ലേലൂയ പറയോ? നിങ്ങൾ പറയുന്നില്ലേ അത് ഭയങ്കര പോരാട്ടമായി, ഇത് ഭയങ്കര പോരാട്ടമാണ്, അത് വിഷയമായി, ഇത് വിഷയമാണെന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ? എന്നാലേ നിങ്ങളെ ദൈവം എവിടെന്നാ വലിച്ചോണ്ട് വന്നേ? പോരാട്ടത്തിൻ്റെ കറൂറ്റി നല്ല ദൈവം നിങ്ങളെ വലിച്ചോണ്ട് വന്നത്. അവിടെ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താമെങ്കിൽ പിന്നെ എന്നെ പോരാട്ടമാ. കർമ്മ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അതിലും വലിയ പോരാട്ടത്തിന്റെ നടുവിൽ നിന്ന്, പാരമ്പര്യത്തിന്റെ നടുവിൽ നിന്ന്, ഐതിഹ്യത്തിന്റെ നടുവിൽ നിന്ന് ദൈവം നിങ്ങളെ കൊണ്ടുവന്നില്ലേ? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം എന്നാണെന്നറിയാമോ? എന്നെയൊക്കെ വിളിച്ചോണ്ട് കൊണ്ടുവന്ന പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് ഒരു കാരണം നമ്മൾ പറയുന്ന പോലെ കടുങ്കട്ട് വീണ കേസായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച, ഞാൻ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, എല്ലാ വെള്ളിയാഴ്ച നല്ലെണ്ണ മേടിച്ച് പാമ്പിന് കൊടുക്കുമായിരുന്നു എൻ്റെ അപ്പച്ചൻ. മനസ്സിലായില്ലേ? പണ്ടെങ്ങാണ്ടും ആമേൻ കിടന്നിട്ട് എഴുന്നേറ്റപ്പോ ആമേൻ ബെഡ്റൂമിനകത്തൊരു പാമ്പ് കയറി. അന്ന് അപ്പച്ചൻ നേർന്നതാ. തൊട്ട് മുമ്പിൽ ആമേൻ ഒരു സംഭവമുണ്ട്. ആമേൻ അന്നോട്ട് അപ്പച്ചൻ നേർന്നു എല്ലാ വെള്ളിയാഴ്ചയും അവിടെ കൊടുത്തേക്കാം, ഇങ്ങോട്ട് വരണ്ട, ഞാൻ അവിടെ തന്നേക്കാന്ന്. അന്നോട്ട് പാമ്പ് കയറിയിട്ടില്ല. കാരണം എന്നെ പാമ്പ് എണ്ണ കുടിക്കാൻ പിന്നെ വീട്ടിൽ വന്നിട്ടില്ല, അപ്പച്ചൻ അവിടെ കൊടുക്കുന്നുണ്ട്. സഹോദരൻ പറഞ്ഞ് പിന്നെ എന്തെല്ലാം ഐതിഹ്യം നിരങ്ങുന്നു, ഉരുട്ടുന്നു, എന്തൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുമോ അത്രയും കടുങ്കെട്ട് വീണ വിഷയമായിരുന്നു. എന്നെ കൊണ്ട് എവിടെയെല്ലാം നിരങ്ങിച്ചിട്ടുണ്ട്. മലയാറ്റൂർ ആദ്യം ഞാൻ പോയി കയറുന്ന കയറുന്ന എൻ്റെ വിക്കുമാറാൻ. ചുള്ളിക്ക പള്ളി കൊണ്ടുവന്ന് 35 മുഴത്തിൻ്റെ മുണ്ട കൊടുത്ത നാക്കിൻ്റെ വിക്കുമാറാൻ. കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം സിന്ധു എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, അമ്മച്ചി വിക്ക് മാറാൻ വേണ്ടി 35 മുഴം മുണ്ട് കൊടുത്തെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇത്രയും കൂടിപ്പോയെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന്. കുറച്ച് മതിയായിരുന്നെന്ന്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് വെച്ചാൽ ചില പറയും എൻ്റെ വീട് അങ്ങനെയാണ്. ഇതുപോലെ നേർച്ചയും കാഴ്ചയും ഉരുളും നേർച്ചയും എന്തെല്ലാം ഉണ്ടോ ഇതിനകത്തുനിന്ന് പുഷ്പം പോലെ പൊട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയെങ്കിലാ പിശാചിന്റെ പരിപാടി. ശാസിച്ചിട്ട് പറ, എടാ അതിനകത്തുനിന്ന് എന്റെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയെങ്കിൽ, അമ്മ എന്റെ കുടുംബത്തിനകത്ത് ശാപത്തെ ദൈവം പൊട്ടിച്ചെങ്കിൽ, അതിനകത്ത് നിന്ന് അനാചാരത്തിനകത്തുനിന്ന്, അമ്മ മന്ത്രവാദത്തിനകത്തുനിന്ന്, ആ വിചാരക്രിയയിൽ നിന്ന്, പാരമ്പര്യത്തിന്റെ കെട്ടിനകത്തു നിന്ന് എന്നെ വിടുവിച്ച് കൊണ്ടുവന്നെങ്കിൽ, ഇന്നെനിക്കെതിരെ വരുന്ന ദുഷ്ടപിശാചേ നീ പ്രബലനല്ല എന്റെ മുമ്പിൽ. ഒരു ഹല്ലേലൂയ പറ. ഇത്രയും വലിയ കെട്ടിനകത്തുനിന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയെങ്കിൽ, ഇന്ന് നമ്മുടെ പുറകെ വരുന്ന ഈ പിശാച് എന്തുണ്ട് ദൈവമേ, ഇത് മനസ്സിലാക്കാത്ത കൊണ്ട് നമ്മൾ ഇതിനു മുമ്പിൽ പതറിപ്പോകുന്നത്. എത്ര പേര് കരമടിച്ച് ആരാധിച്ചിട്ട് പറയും, ഇല്ല ഞാൻ പരാജയപ്പെട്ടവനല്ല. നിങ്ങൾ തന്നെ പറ, ആത്മനിറവി പറ, ആത്മശക്തിയോടെ പറ, ഞാൻ പരാജയപ്പെട്ടവനല്ല. ദൈവത്തിന് സ്തോത്രം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ നമ്മളെ പേടിച്ചിട്ട് പിശാചി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ അവനെ പേടിച്ച്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായി, നമ്മുടെ 21 ആദ്യത്തെ. ആ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടക്കുന്ന സമയത്ത് ഒരു ഭൂതമിളകി ഭയങ്കര പ്രശ്നമൊക്കെ. ഇങ്ങനെ ഇവിടെ കിടന്ന് വെച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. ഉച്ചക്കാ നമ്മുടെ പഴയ ചർച്ച ഇവിടെ മൂലക്ക് കിടക്കുക. ഞങ്ങളെല്ലാം കൂടി പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഇവനൊന്ന് പെരുമാറാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഇതവിടെ കിടക്കുക. ഞങ്ങളെല്ലാം കൂടി ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഈ ഭൂതം പിടിച്ചത് ഇവിടെ കിടക്കുക. ഞങ്ങൾ നടന്നു വരുമ്പോൾ എഴുന്നേറ്റ് പറയുക, ഒന്നും ചെയ്യണ്ട, ഞാൻ പോയേക്കാം. അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ഇതിനെ പേടിച്ച് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം ഇതിനെ പേടി, പക്ഷെ ഇത് നമ്മളെ പേടിച്ച് കിടക്കുക. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആമേൻ. ധൈര്യമായിട്ട് പറയാം, ഇത് നമ്മളെ പേടിച്ച് കിടക്കുക. നമ്മൾ ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ദേശത്തൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ദുരാത്മാവ് പറയും, കുറേ ദിവസം ഇവൻ ഇവിടെ കൂടെ നടന്നു പോകുന്നത്, ഇവൻ്റെ നടപ്പ് കാരണം നമുക്കിവിടെ ഇരിക്കാൻ ഒക്കുന്നില്ല. എന്താണെന്നറിയില്ല, കർത്താവ് അങ്ങനെയൊക്കെ ഇടപെടുന്നു. നിങ്ങൾ ധൈര്യപ്പെട്, നിങ്ങളുടെ അകത്തൊരു നിത്യജീവനുണ്ട്. ഇതൊന്നും അവൻ പ്രസംഗിച്ചാൽ തീരില്ല, കാരണം അത്ര വലിയ സബ്ജക്റ്റായത്. അതുകൊണ്ട് ഞാൻ ഓടിച്ചപ്പോൾ നിങ്ങൾ അതിനെ ഭയപ്പെടരുത്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് തിമോത്തിയോസെ പിന്നെ നീ ഭയപ്പെടാൻ ഭീരുത്വത്തിന്റെ 1:7 1 തിമോത്തിയോസ് 1:7 എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒന്നിട്ട് മോനെ, അതാണോ? അതല്ല മോനെ, എത്രയാ മോനെ വാക്യം? 1 2 തിമോത്തിയോസ് 1. ഞാൻ 1 തിമോത്തിയോസാ പറഞ്ഞത് അല്ലേ? ഓക്കെ, 2 തിമോത്തിയോസ് 1:7. ഓക്കെ, വായിച്ച മോനെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും നമ്മൾ പ്രാപിച്ച ഏത് ആത്മാവിനെയല്ല. ഒന്ന് കൈയെടുത്ത് പറഞ്ഞേ, ഞാൻ പ്രാപിച്ചതേ. ഒന്ന് കൈയെടുത്ത് പറയാൻ, അടുത്തിരിക്കുന്ന ആൾ ഇടിക്കരുത്. ഞാൻ പ്രാപിച്ച ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലെന്ന് പറഞ്ഞു. ഒന്ന് പറയുന്നേ. ഇതൊന്നും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. എന്നെ കൊണ്ട് നിങ്ങൾ ഈ കഥയോ ഉപമയൊക്കെ പറയിപ്പിച്ച് അടങ്ങൂ. ഞാൻ ഒരു ദിവസം കാറില്ലാഞ്ഞുകൊണ്ട്, ബൈക്കില്ലാഞ്ഞുകൊണ്ട് ഇവിടുന്ന് എറണാകുളത്തോട്ട് ബസ്സിന് കയറി. ഈ ചിരട്ടപ്പാലത്തുനിന്ന് ബസ്സിന് കയറി നേവൽ ബേസിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ബസ്സിനെ വേറൊരുത്തൻ കയറി. ആലുവക്കാരൻ കളമശ്ശേരിക്കാരനെ ഓവർടേക്ക് ചെയ്തു. അപ്പോൾ തേവര പാലം എത്തിയപ്പോൾ വീണ്ടും കളമശ്ശേരിക്കാരനെ ആലുവക്കാരൻ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കളിക്കുക. ഷിപ്പ് യാർഡിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ ആലുവക്കാരൻ കളമശ്ശേരിക്കാരനെ കൊണ്ടുപോയി ഉരച്ചിട്ട് ഈ കളമശ്ശേരിക്കാരൻ ഇങ്ങനെ വണ്ടി ഓട്ട് നിർത്തി. വണ്ടി ഉരഞ്ഞു, പ്രശ്നമായി. ഇവൻ ഓടിച്ച് വീണ്ടും മുന്നിലേക്ക് കയറ്റി. ആലുവക്കാരനെ ബ്ലോക്ക് ചെയ്തു. ഞാനാണ് കുറേ നാളായി ഒരു ലൈവ് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ ഈ ആലുവ വണ്ടി ഓടിക്കുന്നവനെ കണ്ടാലുണ്ടല്ലോ, ഒരു 120 കിലോനുണ്ട്. അവനൊരു സൈസാ. ഈ കളമശ്ശേരിക്കാരനുണ്ടല്ലോ, കൊച്ചിയിൽ മലമ്പനിയുടെ കൊതുക് ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുക. ഞാൻ ഓർത്ത് വീടി. ഈ ആലുവക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി കളമശ്ശേരിക്കാരൻ്റെ അടുത്ത്. ഞാൻ കളമശ്ശേരി വണ്ടിക്കകത്താ. കളമശ്ശേരിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. എന്ത് പണിയാണ് ചേട്ടാ കാണിക്കണേ? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കാൻ? ഛേ, എൻ്റെ പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ടു. ഉടനെ കളമശ്ശേരിക്കാരൻ ഒന്ന് പോടാ, വേഗം വണ്ടി എടുത്താൻ വീട്ടിൽ പോയി. അന്ന് എനിക്ക് മനസ്സിലായി, ഇതിലല്ല കാര്യം, ഇതിലാ കാര്യം. ഇതുപോലെ നമ്മൾ ഭയങ്കര ആൾക്കാരാ. ചർച്ചിനകത്ത് വന്ന് അന്യഭാഷ തകർക്കുക. പക്ഷെ നമ്മൾ നടക്കുന്ന വഴിയെല്ലാം. ഞാനൊരു പാസ്റ്ററിന്റെ വീട്ടിൽ പോയി കിടന്നു. കഷ്ടകാലത്തിന് ആ വീട്ടിൽ പോയി കിടന്നു. എന്നെ ഉറക്കിയിട്ടില്ല മനുഷ്യൻ. രാത്രി മുഴുവൻ ആട്ടും തുപ്പും. നേരം വെളുക്കുന്നവരെ ഉറക്കിയിട്ടില്ല. അവൻ ഞാൻ ചോദിച്ചു, എന്നെ പാസ്റ്റർ പരിപാടി? അപ്പോൾ എൻ്റെ കൂടെ പുള്ളിയും വന്ന് അവിടെ കിടന്നതാ. പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഞാൻ ചെന്നാ സർപ്പം ചീറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല. പുള്ളി പറഞ്ഞു, പാസ്റ്ററിന് എന്തോ കുഴപ്പമുണ്ട്. നേരം വെളുത്തപ്പോഴല്ല അറിയുന്നത്, ഭാര്യ കൊണ്ടുവന്നിട്ട് എനിക്ക് തന്ന ബെഡ്റൂമിനകത്ത് ഈ പെർഫ്യൂം കൊണ്ടുവന്ന് വെച്ച് 10 മിനിറ്റ് ഇടയ്ക്ക് ഇവൻ ചീറ്റും. അപ്പോൾ പുള്ളി അറിഞ്ഞില്ല ഭാര്യ കൊണ്ടുവന്ന് വെച്ചത്. പുള്ളി
നാഗശക്തിയാണെന്ന് കൊണ്ട് ശാസിക്കുക. ആ ബെഡ് മുഴുവൻ നശിപ്പിച്ചു. തുപ്പി തുപ്പി തുപ്പി. നമുക്കിങ്ങനെയാ, ഈ ചീറ്റുന്ന പെർഫ്യൂം മതി ശാസിക്കാൻ. എന്തിന് ഇത്? നമ്മളിങ്ങനെയൊന്ന് ശാസിച്ച് നടക്കേണ്ട ആൾക്കാരല്ല. നിങ്ങളിത് അറിയാം. നമ്മൾ ഈ പെന്തക്കോസ്തുകാർക്ക് ഇത് എന്നറിയാം. നമ്മളിത് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മളിതെല്ലാം കേൾക്കുന്ന ഇതാ, ഫോ പിശാച്, ഫോ പിശാച്. അങ്ങനെയൊന്നും പോവില്ല. നിങ്ങളങ്ങ് നിന്നാ മതി, അത് പോയിക്കൊള്ളും. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ഒരു ദൂത പറയാ. ഇതിനകത്ത് നിൽക്കുന്ന ചിലടത്ത് നിൽക്കാൻ പോകുക. ആത്മാവിൽ നിൽക്കാൻ പോകുക. ആത്മാവിന്റെ കൃപയിൽ നിൽക്കാൻ പോകുക. ആത്മാവിന്റെ ശക്തിയോട് വെളിപ്പെട്ട് നിൽക്കാൻ പോകുക. ദൈവ പൈതലേ, നിന്റെ മേൽ ദൈവം പകർന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ. എല്ലാരും പറ, ശക്തിയുടെ. എല്ലാരും പറ, ശക്തിയുടെ, സ്നേഹത്തിന്റെ. സഹോദരിമാർ ആദ്യം പറയട്ടെ. പറ. ഇത് സഹോദരന്മാരെന്ന് പറഞ്ഞു. കണ്ടു ഒന്നുകൂടി പറ, കേട്ടി പറ, ഒന്നുകൂടി പറഞ്ഞേ. പിന്നെ പോയി താഴോട്ട് പോയല്ലോ. ഉറക്കെ പറ. എന്നാ ഞാനും കൂടാ. പറ, ശക്തിയുടെയും ഞാൻ എന്ത് ചെയ്തത്? ദൈവം നമുക്ക് തന്നത്. ഇതും വെച്ചോണ്ട് നിസാര കളി കളിക്കരുത്. ഇതും വെച്ചോണ്ട് തല താത്തിക്കൊണ്ട് നടക്കരുത്. ഇതും വെച്ചോണ്ട് ജയിക്കാനാ മുന്നോട്ട് പോകുന്നത്. സ്തോത്രം. പരാജയപ്പെട്ടവരായിട്ടല്ല, തല കുനിച്ചവരായിട്ടല്ല ഇനി നമ്മൾ തുടരാൻ പോകുന്നത്. ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ നിറവോടെ. സ്തോത്രം. കർത്താവ് തന്നെ എത്ര വാഗ്ദത്തം ഉണ്ടെന്നാ പറഞ്ഞേ? നമ്മൾ ഒന്നേ ആയുള്ളൂ, നിത്യജീവൻ. നമുക്ക് രണ്ടാമത്തെ അടുത്ത ആഴ്ച ചിന്തിക്കാം. പ്രൈസ് അല്ലാ. ഇനി സമയം കഴിഞ്ഞു പോയി. ഞാൻ നിർത്തിയ, സമയം കളയുന്നില്ല. കണ്ണു അടയ്ക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ. പ്രൈസ് അല്ലാ. കർത്താവ് നമുക്ക് തന്ന നിത്യജീവൻ, അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രൈസ് അല്ലാ. ഈ ആഴ്ച നമുക്ക് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും മീറ്റിംഗ് ഉണ്ടാവത്തില്ല. കാരണം തുടർന്ന് നാളെയും നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാ കണ്ണുകൾ മടച്ചേ. ഹല്ലേലൂയ. എല്ലാ കൺമടച്ച് ദൈവമക്കളെ, ഇത്രയും നിത്യജീവനെ കുറിച്ച് അവൻ ദൈവം നമുക്ക് ദൂതം നൽകി തന്നല്ലോ. കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചേ, ഒരു സെക്കൻഡ് ഒന്ന് ഏൽപ്പിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മൾ പ്രാപിച്ചത് അവൻ സ്തോത്രം ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ്. ഒരു 2 മിനിറ്റ് നമ്മൾ ഒന്ന് ചേർന്ന് ഒന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് ആ ബലത്തോടെ 2-3 മിനിറ്റ് ഉണ്ട്. ആ ബലത്തോടെ നമ്മൾ വേഗത്തിൽ കടന്നു പോകാൻ പോകുകയാണ്. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി. ഫറവോനു ഞാൻ നിനിയടിമയല്ല, ഫറവോനു ഞാൻ നിനിയടിമയല്ല, പരമസിയോൻ ഞാൻ അന്യനല്ല, പരമസിയോൻ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകല തീർന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോകുമവൻ, പാറയെ പിളർന്നു ദാഹം പോകുമവൻ. സങ്കടങ്ങൾ സകല തീർന്നു പോയി,
സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി. മരുവിലൻ ദൈവമേ അധിപതിയേ, മരുവിലൻ ദൈവമേ അധിപതിയേ, തരൂമാം പുതുമന്നാതു മതിയേ, തരൂമാം പുതുമന്നാതു മതിയേ. എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അത് എനിക്കഴിയാത്തൊരവകാശമേ, അത് എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കഥാ ജീവിതം എനിക്കാനന്ദമേ, കഥാ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ രക്ഷയും യേശുവത്രേ. എല്ലാവരും ചേർന്ന് പറ, എന്റെ ബലവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ, എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി, സംഹാര ദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി, സംഹാര ദൂതൻ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ നിത്യജീവൻ പ്രാപിച്ച ദൈവജനം ആത്മാവിൽ കുതിക്കട്ടെ, നിത്യജീവൻ പ്രാപിച്ച ദൈവജനം ആത്മാവിൽ ശക്തിപ്പെടട്ടെ, ആത്മാവിൽ നിറയട്ടെ, ആത്മാവിൽ ശക്തിപ്പെടട്ടെ. ഓ ഏറ്റവും വലിയ വാഗ്ദത്തം എനിക്ക് എൻ്റെ യേശു തന്നു. അതെന്താ? ഇത് പറഞ്ഞുകൊണ്ട് പോണം കേട്ടോ. ദുഷ്ടപിശാചി കേൾക്കട്ടെ. എനിക്ക് എൻ്റെ അപ്പൻ തന്നത് നിത്യജീവന. പിതാവേ, നിന്റെ ജനത്തെ ആശീർവദിക്കണം. ഞങ്ങൾ ഇന്ന് കേട്ടു ആർക്കും തരാൻ പറ്റാത്ത വാഗ്ദത്തം അതങ്ങ് ഞങ്ങൾക്ക് തന്നു. അത് നിത്യജീവനാണ്. നിന്റെ ജനം ആ നിത്യജീവനിൽ ആനന്ദിക്കട്ടെ. കർത്താവെ, അസ്തമിച്ചു പോകാത്ത, ഒരിക്കലും പരാജയപ്പെടാത്ത ആ നിത്യജീവൻ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇനി വാഴട്ടെ. നിന്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാമേശുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ വരണമേ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളത്തെ ഉപവാസ പ്രാർത്ഥനയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരും കടന്നു വരണം. കൺവെൻഷനെ അനുഗ്രഹിക്കണം. എല്ലാവരും തുടർമാനമായി പങ്കെടുക്കണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.